അല്ലാഹു എല്ലാ കാലത്തും എല്ലാ സമുദായത്തിനും എന്നും ഐശ്വര്യം കൊടുക്കൂല. കുറച്ചു കാലം പിന്നെ വേറെള്ളവർക്ക് കൊടുക്കും, അവരിന്ന് എടുത്തിട്ട് മാറ്റിക്കൊടുക്കും. ഇങ്ങനെ അല്ലാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ പെണ്ണുങ്ങളുടെ കോലം കെട്ടി നടക്കുന്നത്, പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ കോലത്തിൽ നടക്കുന്നത്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ ഉടുക്കുന്ന വസ്ത്രം, പുരുഷന്മാരുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുകയും പെണ്ണുങ്ങളുടേത് പുരുഷന്മാർ ധരിക്കുകയും ചെയ്യുന്നത്. അയ്യുമംറഅത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പെണ്ണും പുരുഷവേഷം കെട്ടുന്നത്, ഏതൊരു പുരുഷനും സ്ത്രീവേഷം കെട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കലാപരിപാടികൾക്കാകാം, ഗാനമേളകൾക്കാകാം, മോണോ ആക്ടുകൾക്കാകാം, നാടകങ്ങളിലേക്കാകാം. പുരുഷന്മാർ പെണ്ണിന്റെ കോലം, ആൺകുട്ടികൾ പെൺകുട്ടികളായും പെൺകുട്ടികൾ ആൺകുട്ടികളായും സ്ക്രീനിലും സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്നത് എത്ര ഗൗരവത്തിലാ തങ്ങൾ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്നൊരു വിഷയം, തസദ്ദുറുസ് സുഫഹാഇ, വിവരമില്ലാത്ത മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുക. ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് പറയുന്നത് ആരാ? മുസ്ലിമിന്റെ അഭിപ്രായം പറയുന്നത് വിവരമില്ലാത്ത മനുഷ്യന്മാർ. ഹദീസ് നോക്കൂ, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട്, സിനൂന ഖദ്ദാഅ, മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന ചില കാലഘട്ടങ്ങൾ, ചില വർഷങ്ങൾ കടക്കാൻ പോകുന്നുണ്ട്. യുത്തഹമു ഫീഹൽ അമീനു വയുതമനു ഫീഹൽ മുത്തഹമു വയന്തിഖു ഫീഹർ റുവൈബിള, നുണ പറയുന്നവരെ വിശ്വസിക്കപ്പെടുകയും സത്യസന്ധത പറയുന്നവരെ അവിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. വയന്തിഖു ഫീഹർ റുവൈബിള, റുവൈബിളകളായിരിക്കും അന്ന് സംസാരിക്കുക. അവർ ചോദിച്ചു, വമർ റുവൈബിള, ആരാണ് നബിയേ റുവൈബിള? ഖാല അസ്സഫീഹു യന്തിഖു ഫീ അംറിൽ ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യത്തിൽ വിവരമില്ലാത്ത മനുഷ്യന്മാർ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വിഷയം, പർദ്ദ ധരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്നത്, മുഖം മറക്കണോ വേണ്ടേ എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയുന്നത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയുന്നത്, മുസ്ലിം പേരുള്ള ചില വിഡ്ഢികൾ പറയുന്ന കാലം. സഫീഹ് പറയാ, വിവരക്കേടുകൾ പറയുക. ഫീ അംറിൽ ആമ്മ, സ്വന്തം അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സംസ്കാരത്തെക്കുറിച്ച്, മുസ്ലിമീങ്ങളുടെ പൊതുവായ ആചാരങ്ങളെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവൻ പൊതുവേദികളിൽ സംസാരിക്കുന്ന കാലം. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ചാനലുകാരന്റെ മൈക്കിന്റെ മുമ്പിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? പണ്ഡിതന്മാരല്ല, ആലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളുടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ആളുകളല്ല. റുവൈബിള, ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ഇസ്ലാമിന്റെ വിഷയത്തിൽ അതോറിറ്റി ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ കാര്യം പറയാൻ അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങുന്നത് അന്ത്യനാളിന് മുമ്പ് വരുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കും. അവിടുന്ന് പറഞ്ഞു, യകൂനു സലാമു ലിൽ മഅരിഫ, അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന കാലം വരും. അറിയുന്നവര് മാത്രം, പരിചയക്കാരോട് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാത്തവരോട് മിണ്ടൂല. മുസ്ലിമാണെന്നറിയാം, അവന്റെ ചേലും കോലം കണ്ട മുസ്ലിമാണെന്നറിയാം, ഇറങ്ങി വരുന്ന പള്ളിയിലാണ്, പക്ഷെ മിണ്ടൂല. ലിൽ മഅരിഫ, തന്റെ കൂടെയോ കൂട്ടത്തിലോ ഉള്ള ആളല്ല എന്ന് തിരിയുമ്പോൾ, തന്റെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, തനിക്ക് മിണ്ടിക്കൂടാ എന്ന ഒരു ശാഠ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ, മുസ്ലിമായ ഒരു മനുഷ്യനോട് സലാം പറയേണ്ടിടത്ത് സലാം പറയാതെ യകൂനു അത്തസ്ലീമുൽ ഖാസ്, സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രം സലാം പറയാം, അല്ലാത്തൊരു പറഞ്ഞ മടക്കൂല. അങ്ങനത്തെ കാലം സംഭവിക്കാൻ പാടില്ല മുസ്ലിമേ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയേണ്ടവരാണ്.
അവിടുന്ന് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അശറാത്തിസ് സാഅ അൻ യുസല്ലിമ അർ-റജുലു അല അർ-റജുലി ലാ യുസല്ലിമു ഇല്ലാ ലിൽ മഅരിഫ. അവൻ അറിയാം, അയാളെ പരിചയമുണ്ട്, അതുകൊണ്ട് മാത്രം പരിചയമില്ലാത്തവരോട് സലാം പറയില്ല, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പോലും. അങ്ങനെ ഒരു സംഭവം ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട്. പിന്നെ ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്നത്, പൈസ കിട്ടിയാൽ മതി, ഹലാലായ ബിസിനസ് ആണോ ഹറാമായ ബിസിനസ് ആണോ എന്ന് നോക്കാത്തത്. മുസ്ലിമീങ്ങൾക്ക് ഒരു കാലം വരാൻ പോകുന്നുണ്ട്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, എവിടെന്നാണ് പൈസ കിട്ടിയത് എന്ന് നോക്കൂല. അമ്മിനൽ ഹറാമി അമ്മിനൽ ഹലാലി അമ്മിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ പൈസ കിട്ടിയത് എന്ന് നോക്കാത്ത കാലം. ഉലമാ പറയുമായിരുന്നു, നമ്മുടെ മുൻഗാമികളിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന നേരത്ത് വാതിൽ തുറന്നു കൊടുത്ത് ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ പറയുമായിരുന്നു, യാ അഖി യാ സൗജി, എന്റെ സഹോദര, എന്റെ ഭർത്താവേ, നിങ്ങൾ ജോലിക്ക് പോയി ഹറാമായത് എനിക്കോ എന്റെ മക്കൾക്കോ കൊണ്ടുവരരുത് കേട്ടോ. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വലാ നസ്ബിറു അലൻ നാർ, പട്ടിണി കടന്ന് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു, ദാഹിച്ച് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, പക്ഷെ ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്ന് നരകം നാളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ ഭർത്താവേ, ഹലാല് മാത്രമേ നിങ്ങൾ ഞങ്ങളെ ഭക്ഷിപ്പിക്കാവൂ എന്ന് അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. ഇന്നെങ്ങനെ പറയാ, എനിക്ക് 4 പവന്റെ വള വേണേ, എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിക്കോ. അമിനൽ ഹലാലി അമ്മിനൽ ഹറാമി, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ കിട്ടുന്നത് എന്ന് നോക്കാതെ പൈസയുണ്ടാക്കാൻ മനുഷ്യൻ കച്ചകെട്ടി ഇറങ്ങുന്ന കാലം. യഅതി അലന്നാസി സമാൻ, മനുഷ്യന്മാർക്കൊരു കാലം വരാനുണ്ട്, ലാ യുബാലിൽ മർഉ, ഒരാൾ പ്രശ്നമാക്കാറേ ഇല്ല, മാ അഖദ മിൻഹു, എവിടെന്നാണ് സമ്പാദിച്ചതെന്ന്, അമിനൽ ഹറാമി അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് നോക്കാതെ പൈസയുണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും. അതിന്റെ അടയാളമാണ് പലിശ ഇടപാടുകൾ ഹലാലാണെന്ന് ആളുകൾ വിചാരിക്കുന്നത്, ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് വിചാരിക്കുന്നത്, പലിശ ബാങ്കുകളിൽ കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് ധരിക്കുന്നതോ, ആളുകൾ എല്ലാരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോ. അങ്ങനെയല്ല പറയാ, എല്ലാരും ചെയ്യണില്ലേ, എല്ലാരും ചെയ്യുന്നില്ലേ, എല്ലാരും ചെയ്യുന്ന ഹലാലാവോ? പുരകെട്ടാൻ വേണ്ടി 5 സെന്റോ 10 സെന്റോ വാങ്ങുമ്പോഴേക്കും ആ സ്ഥലം കൊണ്ടുപോയി മോർഗേജിൽ കൊടുത്തു, പണയപ്പെടുത്തി. ബാങ്കുകാരന് 10 ലക്ഷം 50 ലക്ഷം ബാങ്കുകാരന്റെ പലിശയുടെ പൈസ വാങ്ങി. 10%, 8%, ഇനി 0.5% ഇൻട്രസ്റ്റ് കൊടുത്താലും ശരി, അത് ഹറാമല്ലേ? ആ ഹറാമിന്റെ പൈസ കൊണ്ടാണ് തറ കെട്ടിയത്, അതുകൊണ്ടാണ് ചുമര് വെച്ചത്, അതുകൊണ്ടാണ് മണൽ വാങ്ങിയത്, അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയത്, അതുകൊണ്ടാണ് കരാറുകാരന് പൈസ കൊടുത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ വാർപ്പ് കഴിച്ചത്, ആ പലിശ കൊണ്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയത്. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് 2 കൊല്ലം കൊണ്ട് എന്റെ വീട് പൂർത്തിയാക്കി നാട്ടുകാരെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ? അല്ലേ? എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പെണ്ണെ ഭർത്താവിനോട് ലോൺ എടുക്കാൻ നീ തലയണ മന്ത്രം പറഞ്ഞത്. നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല സഹോദര, നിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. അള്ളാഹുവിന്റെ സഹായം അല്പാൽപമായി അള്ളാഹു തരുന്നത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ, അള്ളാഹുവിന്റെ സഹായം വരുന്നവരെ ക്ഷമിച്ചിരിക്കാൻ നിനക്ക് സാധിക്കാതെ പലിശ ബാങ്കുകൾ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഖൈറുണ്ടാവുക? ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിലെ മക്കൾ കൊലപാതകളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ആ വീട്ടിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരിക? കല്യാണം കഴിക്കുന്ന നേരത്ത്, വിവാഹം നടക്കുന്ന സമയത്ത്
അവനവനെ വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന് മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടി പൊടിക്കാനും നാട്ടുകാരെ കണ്ണ് തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിവിട്ട നാട്ടുകാരെ, ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാരെ, അള്ളാഹുവിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അള്ളാഹു ഇത് പൊറുക്കുമോ? പലിശ ഏർപ്പാടുകൾ, പണയപ്പെടുത്തുന്ന ഏർപ്പാടുകൾ, സൽക്കാരം നടത്താൻ ഭർത്താവ് ഗൾഫ് നയിക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ 2 ദിവസത്തെ സാഹസ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ഉള്ള ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ, നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ, എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശയുടെ പൈസ കൊണ്ടുണ്ടാക്കിയതാണ് എങ്കിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാം. അത് കാണുന്ന ആളുകൾക്ക് ഹറാമ് തിന്നാൻ പാടില്ലെന്നറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും. അതൊന്നും ചെയ്യാതെ ആരെ ഞെട്ടിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി. പോസ്റ്റ് ഓഫീസുകാരൻ വരും, കുറിക്കാരൻ വരുന്നുണ്ട്. 5000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ, അല്ലേ, 10000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് 12000 രൂപ അടക്കാൻ പറ്റിയേക്കും. 2 കൊല്ലം കൊണ്ട് 24000. അത് നിങ്ങൾ ഒരു 5 കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം, അല്ലേ? പൈസയല്ലേ വരുന്നത്, ലാഭത്തിനുമേ ലാഭമല്ലേ വരുന്നത്, ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത്. പൊന്നു സഹോദരിമാരെ, വഞ്ചിക്കപ്പെടല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം. പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട്. നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഒരൊറ്റ ഫിൽസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് അധ്വാനിക്കാതെ, നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത്, ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം, ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ, ഹറാമിന്റെ പൈസയല്ലേ? അത് തിരിച്ചു വാങ്ങിച്ചോളൂ. നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ? അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ. ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ ഖജാന പോലെ, ബൈത്തുൽ മാൽ പോലെയാണെന്ന് വഅദ പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും. ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻഷൂർ എപ്പോഴാണ് അള്ളാഹു പുറത്തു തരുന്നത്? എപ്പോഴാണ്? ഗത്യന്തരമില്ലാത്ത ഇൻഷൂറുകൾ. നിങ്ങളൊരു വാഹനം മേടിക്കണം, ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം, ഇൻഷൂർ ചെയ്യണം വാഹനം. നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ, ഒരു കുഴപ്പമില്ല.